ഗാസ സമാധാനത്തിലേക്ക് എന്ന പ്രതീക്ഷ. ഗാസയിൽ ആദ്യഘട്ട വെടിനിർത്തൽ ചർച്ചകൾ വിജയകരമാണെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലും ഹമാസും ആദ്യഘട്ട സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കും. ഇസ്രയേലി ബന്ദികൾക്ക് പകരം വിട്ടയക്കേണ്ട പലസ്തീനി തടവുകാരുടെ പേരുകളും കൈമാറി. യുദ്ധം അവസാനിപ്പിക്കാനായി ഈജിപ്തിലെ കൈറോയിൽ ആരംഭിച്ച സമാധാന ചർച്ചയുടെ 3-ാം ദിനത്തിലാണ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം വിജയകരമായെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ന് ഇസ്രയേലിൽ ചേരുന്ന യുദ്ധ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിനു ശേഷമേ ഉത്തരവ് പ്രാബല്യത്തിൽ വരൂ. എല്ലാ ബന്ദികളെയും ഹമാസ് ഉടൻ തന്നെ വിട്ടയക്കുമെന്നും ഇസ്രയേൽ സൈന്യത്തെ എത്രയും പെട്ടെന്ന് കരാർ പ്രകാരമുള്ള രേഖയിലേക്ക് പിൻവലിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. ചരിത്രപരമായ നടപടിയാണിതെന്നും സമാധാന ചർച്ചയ്ക്ക് ഇടനില വഹിച്ച ഖത്തർ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്ക് നന്ദി അറിയിക്കുന്നുവെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം ഖത്തറിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ ഖലീൽ അൽ ഹയ്യയും ചർച്ചയുടെ ഭാഗമായിരുന്നു. ട്രംപിന്റെ 20-ദിന പദ്ധതിയെ മുൻനിർത്തിയുള്ള ചർച്ച ഇസ്രയേലും ഹമാസും അംഗീകരിക്കുകയായിരുന്നു. 4 നിബന്ധനകളോടെ കരാർ അംഗീകരിക്കുന്നതായി ഹമാസും വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇസ്രയേൽ സേന ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുക, ഗാസയിലേക്കുള്ള സഹായ വിതരണം കൃത്യമാക്കുക, തടവുകാരെ വിട്ടയക്കുക എന്നീ നിബന്ധനകളാണ് ഹമാസ് മുന്നോട്ട് വെച്ചത്. ഇസ്രയേലിനെ സംബന്ധിച്ച് മഹത്തായ ദിനമാണ് ഇതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഹമാസിന്റെ തടവിലുള്ള ഇസ്രയേലി ബന്ദികളെല്ലാം ഉടൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയും നെതന്യാഹു പങ്കുവച്ചു. കരാറിന് അംഗീകാരം നൽകി 72 മണിക്കൂറിന് ശേഷം ബന്ദികളെ വിട്ടയക്കുമെന്ന് ഹമാസും വ്യക്തമാക്കി. ഗാസയിൽ ഏകദേശം 20 ഇസ്രയേലി തടവുകാർ ജീവനോടെയുണ്ടെന്നാണ് നിഗമനം. ഇസ്രയേൽ പൂർണ്ണമായും വെടിനിർത്തൽ അംഗീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലോക നേതാക്കളും വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഗാസ സമാധാന കരാറിനെ സ്വാഗതം ചെയ്തു. ഇരുകക്ഷികളും അതിന്റെ നിബന്ധനകൾ പൂർണ്ണമായി പാലിക്കാനും UN മേധാവി ആഹ്വാനം ചെയ്തു. ന്യൂസ് മലയാളം, ന്യൂസ് ഡെസ്ക്.